ഇടത് ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ട് തോറ്റു എന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ തേടുകയാണ് CPM. അപ്പോൾ വർഗീയതയെ, വിദ്വേഷ പ്രചാരണങ്ങളെ ചെറുക്കുന്ന നടപടികളിൽ കാര്യമായ അല്ലെങ്കിൽ കാര്യക്ഷമമായ ഒരു നടപടികളില്ലാതെ പോയതാണ് തോൽക്കാൻ കാരണമെന്നൊരു വിലയിരുത്തലിലേക്ക് പാർട്ടി ഇപ്പോൾ ഈ ലാസ്റ്റ് ടൈമിൽ എത്തുന്നു എന്നതിന് സൂചനകളുണ്ട്. ഇന്നലെ തന്നെ CPM കേരള എന്ന് പറഞ്ഞ പ്രൊഫൈലിൽ വന്ന ഒരു പോസ്റ്റ്, കേരളത്തിൻ്റെ ഉജ്ജ്വലമായ മതനിരപേക്ഷ പാരമ്പര്യവും സഹവർത്തിത്വവും തകർക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ്. ഏറെക്കുറെ സമാനമായ രീതിയിലുള്ളൊരു പോസ്റ്റ് ഇന്നലെ DYFI സംസ്ഥാന പ്രസിഡന്റ് VK സനോജും അപ്ലോഡ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ UDFിൻ്റെ വിജയത്തിന് ശേഷം മുസ്ലിം ലീഗുമായി കണക്ട് ചെയ്തുകൊണ്ട് RSS കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ വിദ്വേഷ പ്രചാരണങ്ങൾ ഉണ്ടാകുന്നു. അതും കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ CPMൻ്റെ ഈ തരത്തിലുള്ള ഒരു സമീപനം വരുന്നത്. അപ്പോൾ നേരത്തെ ഉണ്ടാകേണ്ടിയിരുന്ന തിരിച്ചറിവ് അത് അല്പം വൈകിയാണെങ്കിലും ഇപ്പോൾ ഉണ്ടാകുന്നുണ്ടോ, തിരുത്തി തുടങ്ങുകയാണോ പാർട്ടി എന്ന സൂചനകൾ വരുന്നൊരു ഘട്ടം കൂടിയാണ്. അപ്പോൾ അതും കൂടി സംസാരിക്കുകയാണ്. അജിംസ്, അങ്ങനെ ഈ വിദ്വേഷ പ്രചാരണങ്ങളെ എങ്ങനെ സമീപിക്കണം, അതിനെങ്ങനെ ചെറുക്കണം എന്ന കാര്യത്തിൽ നേരത്തെ ഒരു പ്ലാൻ ഇല്ലാതെ പോയതോ അല്ലെങ്കിൽ പരാജയപ്പെടുകയോ ചെയ്തു, അതിൽ തന്നെ തിരുത്തി തുടങ്ങുകയാണെന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ? ഇല്ല, അങ്ങനെ തോന്നുന്നില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഒന്ന്, എന്തുകൊണ്ടാണ് തങ്ങളുടെ തോൽവി എന്ന് CPM ഇനിയും കൺക്ലൂസീവായിട്ട് കണ്ടെത്തിയിട്ടില്ല. അത് താഴെ തട്ടിലേക്ക് വിട്ടിരിക്കുകയാണ്. നിർഭയമായി സഖാക്കൾക്ക് സംസാരിക്കാം എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിർഭയമായി സംസാരിക്കാം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കാണുന്നത്, ഒന്ന്, സാമൂഹിക മാധ്യമങ്ങളിലെ ആളുകൾ നിർഭയമായി സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. നിർഭയമായി സംസാരിച്ച് തുടങ്ങി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പിണറായി വിജയനാണ് ഈ തോൽവിക്ക് കാരണം, അദ്ദേഹത്തിൻ്റെ നയങ്ങളാണെന്നൊന്നും ആരും പറയുന്നില്ല. പറ്റിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ ചൂണ്ടിക്കാട്ടുന്ന കാര്യം, പാർട്ടി കമ്മിറ്റികളിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് വാർത്തകൾ വരുന്നുണ്ട്. ജില്ലാ കമ്മിറ്റികളിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ റിവ്യൂ നടക്കേണ്ടത് താഴെ തട്ടിലാണ്. ബ്രാഞ്ച് കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റിയിലും ഒക്കെ ആളുകൾ പറയുമ്പോഴാണ് അത് പാർട്ടിക്ക് തിരുത്താനുള്ള ചോദന നൽകുക. ഇപ്പോൾ ജില്ലാ കമ്മിറ്റികളിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പിണറായി വിജയനെ എതിരെ ആക്രമിക്കുന്നു. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ആകരുതായിരുന്നു എന്ന് പറയുന്നു. പിണറായി വിജയൻ്റെ നയങ്ങളെ വിമർശിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും MV ഗോവിന്ദ മാസ്റ്ററുടെ വിമർശിച്ചുകൊണ്ട് കോഴിക്കോട്, കണ്ണൂർ ജില്ലാ കമ്മിറ്റികൾ രംഗത്ത് വരുന്നു. സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മൾ കാണുന്നത് പല തരത്തിൽ സഖാക്കൾ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒന്ന്, ഒരു പ്രധാനപ്പെട്ട കാര്യം ആഭ്യന്തര വകുപ്പാണ്. ആഭ്യന്തര വകുപ്പിൽ പോലീസ് സ്റ്റേഷനുകളിൽ നമ്മൾ പോകേണ്ടതില്ല എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് പോലീസിനെ പ്രൊഫഷണൽ വൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ നമ്മൾ പോയില്ല, ലീഗുകാരും BJPക്കാരും കോൺഗ്രസ്സുകാരും പോയി. ഇതാണ് ഒരു പോസ്റ്റിൽ പറയുന്നൊരു കാര്യം. പോലീസുമായി ബന്ധപ്പെട്ട, ആഭ്യന്തര വകുപ്പുമായിട്ട് മുമ്പുണ്ടായിരുന്ന വിമർശനങ്ങളിൽ ഒരു കാര്യം അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ ഇതിലെവിടെയും വാർത്തയായി വരാത്തതും സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണാത്ത ഒറ്റ കാര്യം, പോലീസിൻ്റെ RSS വൽക്കരണം, അതിനെ പാർട്ടി എങ്ങനെ ചേർത്തു എന്നൊരു ചോദ്യമുണ്ടല്ലോ. പോലീസ് RSS വൽക്കരിക്കപ്പെടുന്നുണ്ട്. RSSൻ്റെ നയങ്ങളാണ് പോലീസ് നടപ്പാക്കുന്നത്. അതിന് മൗനാനുവാദം നൽകുകയോ പിന്തുണയ്ക്കുകയോ ചെയ്തുകൊണ്ടാണ് ഈ തിരിച്ചടിയുണ്ടായതെന്നുള്ള പച്ചയ്ക്ക് പറയാൻ പറ്റുന്നില്ല ഇവർക്കാർക്കും. അത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് പിണറായി വിജയൻ്റെ തന്നെ നയമായിരുന്നു എന്ന് ഈ സഖാക്കൾ, താഴെത്തട്ടിലെ സഖാക്കൾ സംശയിക്കുന്നു. അപ്പോൾ പിണറായി വിജയനെ കുറ്റപ്പെടുത്താനോ പിണറായി വിജയനെ ആ നയത്തിൻ്റെ പേരിൽ ആക്രമിക്കാനോ സഖാക്കൾ ഇപ്പോഴും സൈബറിടത്തിൽ തയ്യാറാകുന്നില്ല. അതേസമയം തന്നെ ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് ഉയരുന്ന വിമർശനങ്ങൾ, ആ വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതല്ല, മറ്റ് ചില പെരിഫറലായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ തിരുത്തൽ എങ്ങനെയാണ് വരുത്തേണ്ടത്? ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ ചുമന്നതാണ് തോൽവിക്ക് കാരണമെന്ന് ചിലർ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിക്കുന്നുണ്ട്. പക്ഷേ ജില്ലാ കമ്മിറ്റികളിലെ റിവ്യൂകളിൽ അതൊന്നും വന്നിട്ടില്ല. അപ്പോൾ വെള്ളാപ്പള്ളിയെ ഇനി നമ്മൾ പിന്താങ്ങരുത് എന്ന് ഒരു ജില്ലാ കമ്മിറ്റി ഇതുവരെ അതിൻ്റെ ഇൻസൈഡ് ചർച്ച നടന്നതായിട്ട് ഏത് ജില്ലാ പത്രങ്ങൾ വാർത്ത വന്നിട്ടുണ്ട്. യെസ്. അപ്പോൾ വെള്ളാപ്പള്ളിയെ ചുമന്നതാണോ? അങ്ങനെയാണെങ്കിൽ അത് എന്തുകൊണ്ട് തിരിച്ചടിയായി തുടങ്ങിയുള്ള ആഴത്തിലുള്ള ചർച്ച നടത്തേണ്ടതാണ്. അപ്പോൾ ഇന്ന് CPM നേരിടുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഇന്ത്യയിൽ ഒരിടത്തും അധികാരത്തിലില്ല. അപ്പോൾ ഇന്ന് കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം CP ജോണാണ് ഇന്ന് ഇന്ത്യയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി എന്നുള്ളതാണ്. അപ്പോൾ അധികാരത്തിലില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ മുമ്പ് CPMന് അതൊരു പ്രശ്നമല്ല. ഒരു 10-20 വർഷം മുമ്പാണെങ്കിൽ അധികാരത്തിലില്ലാതിരിക്കുക എന്നുള്ളത് CPM എന്ന പാർട്ടിയെ സംബന്ധിച്ച് ഇന്ത്യയിലൊരു പ്രശ്നമല്ല, കേരളത്തിലും പ്രശ്നമല്ല. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ തവണത്തെ തോൽവി ഡിസാസ്ട്രസ് ആണ്. 2011 തോൽവി മാതിരിയല്ല 2026 തോൽവി. 2001 തോൽവി പോലെയുമല്ല ഈ 2026 തോൽവി. ഒന്ന്, ഒരു രാജ്യസഭാംഗത്തെ ഡൽഹിയിലേക്ക് അയക്കാൻ പോലും കഴിയാത്ത വിധം CPM ദുർബലമായിരിക്കുന്നു. LDF ദുർബലമായിരിക്കുന്നു. LDFന് അയക്കാൻ കഴിയില്ല ഒരാളെ. അതായത് ഇനി വരാൻ പോകുന്ന 2030 വരെയുള്ള വർഷങ്ങളിൽ പലപ്പോഴായിട്ട് ജോൺ ബിട്ടാസൂൾ മുതൽ PP സുനീർ വരെയുള്ളവരൊക്കെ കാലാവധി കഴിയാണ്. അടുത്ത വർഷം ജൂണിൽ തന്നെ വരുന്നുണ്ട്. 3 അവർക്ക് ഒരാളെ അയക്കാൻ കഴിയുന്നില്ല.
അപ്പോൾ രാജ്യസഭയിൽ അംഗത്വമില്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു. മറ്റൊന്ന്, രാജ്യത്ത് മറ്റെവിടെയും സാന്നിധ്യമില്ലാത്തൊരു പാർട്ടിയായി മാറുന്നു. കേരളത്തെ സംബന്ധിച്ച് ഇത് ഞാൻ അഖിലേന്ത്യാ തലത്തിലാണ് പറഞ്ഞത്. കേരളത്തെ സംബന്ധിച്ചുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ തകർച്ചയ്ക്ക് കാരണം എന്താണെന്ന് അവർ കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. കാരണം എൻ്റെ ഒരു വ്യക്തിപരമായിട്ട് ഒബ്സർവേഷനിൽ ആ പാർട്ടിക്ക് അടിത്തട്ടിൽ ദൗർബല്യം സംഭവിച്ചിട്ടുണ്ട്. ദൗർബല്യം എന്ന് പറഞ്ഞാൽ അവർ ഇനാക്റ്റീവായിട്ടുണ്ട്. ബ്രാഞ്ച് സെക്രട്ടറിമാർ മുതൽ മുകളിലേക്ക് ലോക്കൽ ഏരിയ തലം വരെയുള്ള പ്രവർത്തകർ, അതായത് പാർട്ടിയുടെ അംഗങ്ങളായിട്ടുള്ളവർ ഒരു വർഷമായിട്ട് ഇനാക്റ്റീവാണ്. ഇനാക്റ്റീവ് എന്ന് വെച്ചാൽ അവർക്ക് ഒന്ന് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല. സർക്കാരാണല്ലോ പാർട്ടി. കഴിഞ്ഞ 10 വർഷം അങ്ങനെ തന്നെയായിരുന്നു. പാർട്ടിയും സർക്കാരും ഒന്ന് തന്നെയാണ്. സർക്കാരിൻ്റെയും പാർട്ടിയുടെയും നയനിലപാടുകൾ ഡിഫെൻഡ് ചെയ്ത് ജനങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നില്ല, ന്യായീകരിക്കാൻ പറ്റില്ല. എസ്പെഷ്യലി ശബരിമല കൊള്ള കേസ്, സ്വർണ്ണക്കൊള്ള കേസ്. പത്മകുമാറിനെതിരെ ഇപ്പോഴും നടപടി എടുത്തിട്ടില്ല. പത്മകുമാർ ഇപ്പോഴും പാർട്ടിയിലുണ്ട്. അപ്പോൾ അത് ജനങ്ങളോട് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടല്ലോ ഒന്ന്. രണ്ടാമത്തെ കാര്യം, അത് കഴിഞ്ഞ 10 വർഷമായിട്ട് എവിഡൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. CPM എന്ന പാർട്ടി ഏത് പാർട്ടിയുടെ ആണെങ്കിലും പ്രാദേശിക തലത്തിലെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നാട്ടിലൊരു തർക്കം ഉണ്ടാവുക, ഒരു അടിപിടി ഉണ്ടാവുക, ഒരു പ്രശ്നം ഉണ്ടാവുക, അതിൽ നീതി ലഭിക്കേണ്ട ആളോടൊപ്പം നല്ലൊരു ഷർട്ട് മുണ്ടോട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാര്യം പറയുക എന്നുള്ളതാണ് പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നത്. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ആ നീതി ലഭിക്കേണ്ട ആളോടൊപ്പം അയാളുടെ കൈയും പിടിച്ച് സ്റ്റേഷനിൽ ചെല്ലുക, സാറേ ഇതിങ്ങനെ ചെയ്തു പോകണം എന്ന് പറയുക. അവിടെയാണ് പാർട്ടി പ്രവർത്തനം ബാലപാഠം എന്ന് പറഞ്ഞത്. അത് നടക്കുന്നില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് നടന്നിട്ടില്ല. അപ്പോൾ അതേക്കുറിച്ച് അവർ പാർട്ടി വേദികളിൽ അത് പറയുന്നത് അങ്ങനെയല്ല, ഞങ്ങൾ പോലീസിനെ പ്രൊഫഷണൽ വൽക്കരിക്കുന്നതാണെന്ന് പറയുന്നു. അതേസമയം തന്നെ BJP-കാർക്കും കോൺഗ്രസ്സുകാർക്കും ആക്സസ് ഉണ്ടാവും എന്നാണ് പാർട്ടി സഖാക്കളുടെ പരാതി. അപ്പോൾ ജനങ്ങൾ ഒരു പ്രശ്നം വരുന്നത് ആരെ സമീപിക്കും? കോൺഗ്രസ്സുകാരെ സമീപിക്കും, അല്ലെങ്കിൽ BJP-കാർ സമീപിക്കും, CPM-കാർ സമീപിക്കില്ല. കാര്യമില്ല. അപ്പോൾ ഇത് വളരെ ഗുരുതരമായൊരു പ്രശ്നമായിരുന്നു. യഥാർത്ഥത്തിൽ CPM പാർട്ടിയുടെ പ്രവർത്തകർക്ക്, CPM-ൻ്റെ അംഗങ്ങൾക്ക് പ്രാദേശിക നേതൃത്വത്തിന് പോലീസ് സ്റ്റേഷനിൽ ആക്സസ് ഇല്ലാതാക്കിയത് എന്തിനാണ്? അതൊരു ചോദ്യമാണല്ലോ. മുമ്പ് ഈ പണി ചെയ്തതാരാണെന്ന് പറയുക AK ആൻ്റണിയാണ്. 2001 AK ആൻ്റണി അധികാരത്തിൽ വന്നപ്പോൾ ഇനി മുതൽ രാഷ്ട്രീയക്കാരും പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പാടില്ല എന്നുള്ളത് വൻ പ്രതിഷേധമാണ് കേരളത്തിലുണ്ടായത്. യൂത്ത് കോൺഗ്രസ്സുകാരും ഉൾപ്പെടെ അതിന് വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റ് നടത്തുകയും ആ നയം തിരുത്തിക്കുകയും ചെയ്തു ആൻ്റണിയെ കൊണ്ട്. ആൻ്റണിക്ക് ഇടക്കാലത്ത് രാജിവെക്കേണ്ടി വന്നത് പല കാരണങ്ങളുണ്ടായിരുന്നു. ആ കാരണങ്ങളിൽ ഒന്ന് ഇതുകൂടിയായിരുന്നു. കാരണം ഇത്തരം നയങ്ങൾ നടക്കില്ല, കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും പറഞ്ഞു. പക്ഷെ ഇവിടെ അത് പിണറായിയോട് പറയാൻ പാർട്ടി പ്രവർത്തകർക്ക് പേടിയാണ്, ഭയമാണ്. അപ്പോൾ ആ ഭയം മാറ്റി നിങ്ങൾ സംസാരിക്കുമെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പ്രാദേശിക തലത്തിൽ CPM ദുർബലമായതിൻ്റെ കാരണം ഇവർ കണ്ടെത്തിയിട്ടുണ്ടോ, അത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒന്ന്. രണ്ട്, ഈ പറയുന്ന വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെച്ച വർഗീയതയെ പിന്തുണച്ചത് തിരിച്ചടിയായി. ആ തിരിച്ചടിയായി എന്നുള്ള റിവ്യൂ വരേണ്ടത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഇരകളായി മാറിയ മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്. പ്രധാനമായും മലബാർ മേഖലയിൽ നിന്ന്, മലപ്പുറത്തു നിന്നോ കോഴിക്കോട്ടു നിന്നൊക്കെയാണ് വരേണ്ടത്. അത് വരുമോ എന്ന് നോക്കണം. മൂന്നാമത്തെ കാര്യം, പിണറായി വിജയൻ എന്ന വ്യക്തിയെ തന്നെ വിമർശിക്കാൻ ഈ പാർട്ടിക്ക് കഴിയുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ജില്ലാ കമ്മിറ്റികളിൽ നിന്നൊക്കെ വരുന്ന വാർത്തകളിൽ അതൊക്കെ ഉണ്ട്. സംസ്ഥാന കമ്മിറ്റിയിൽ എത്ര പേർക്ക് അത് പറ്റും? ഇപ്പോൾ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകണം എന്നുള്ള തീരുമാനം എടുത്തത് പോളിറ്റ് ബ്യൂറോയിൽ നിന്നാണെന്നുള്ളൊരു വാർത്ത നമ്മൾ വായിച്ചു വന്നു പത്രങ്ങളിൽ. അത് പോളിറ്റ് ബ്യൂറോയിൽ കേരളത്തിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെല്ലാവരും പിണറായി എന്ന പ്രതിപക്ഷ നേതാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിന് പുറത്തുനിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അതിനെ അതിനിശ്ചിതമായി എതിർത്തു എന്നുള്ള വാർത്ത. ഇത്രയും വലിയ തോൽവി സമ്മാനിച്ച ഒരാളെ എന്തിനീ വീണ്ടും പ്രതിപക്ഷ നേതാവാക്കണം എന്നാണ് അവർ ചോദിച്ചത്. അപ്പോൾ അതുപോലും അത് വോട്ടിങ്ങിലൂടെയാണ് തീരുമാനിച്ചത് അവസാനം. അതുപോലും പ്രതിപക്ഷ നേതാവ് ആവരുത് എന്ന് പറയാൻ പോലുമുള്ള ധൈര്യമില്ലാത്ത ഒരു സംസ്ഥാന നേതൃത്വമാണ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് കേരളത്തിൽ നിന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇന്ന് CPM നേരിടുന്ന ക്രൈസിസ് 2001 ക്രൈസിസ് അല്ല, അതിലും ഗുരുതരമാണ് കേരളത്തിലും അഖിലേന്ത്യാ തലത്തിലും. യെസ്, ദാവൂദ് സാഹിബ്, അപ്പോൾ തിരുത്തി തുടങ്ങുന്നു എന്ന പ്രതീക്ഷയ്ക്ക് വകയില്ലേ? ഞാൻ നേരെ തിരിച്ചാണ്. എനിക്ക് വലിയ പ്രതീക്ഷയുള്ള ആളാണ്. ഏറ്റവും വലിയ പ്രതീക്ഷ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിസൾട്ട് വന്ന അന്ന് തന്നെ തോറ്റിരിക്കുന്നു എന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുണ്ട്. അത് അസാധാരണമായിട്ടുള്ളൊരു സന്ദർഭമാണ്. ഞാൻ മുമ്പ് പറഞ്ഞു, ഇവർ CPM-നെ തോൽപ്പിക്കുക എന്നുള്ളതല്ല, അവർ തോറ്റിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായുള്ള കാര്യം. പക്ഷേ ദ ഡേ വൺ അദ്ദേഹം ഉപയോഗിച്ച വാക്ക് എന്താണ്? അസാധാരണമായ തോൽവി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അസാധാരണമായ തോൽവി സംഭവിച്ചിരിക്കുന്നു എന്ന് ഗോവിന്ദ മാഷ്ക്ക് മനസ്സിലാകുക എന്ന് പറഞ്ഞാൽ എന്താണ് ബിഗ് സ്റ്റെപ്പ്, വലിയൊരു ഒരു മുന്നോട്ട് പോക്കാണ്. അദ്ദേഹത്തിനത് മനസ്സിലായി. അപ്പോൾ എനിക്ക് സംസ്ഥാന കമ്മിറ്റി, അതിൻ്റെ താഴെയുള്ള കമ്മിറ്റികളിലൊക്കെ അത് ചർച്ച ചെയ്യും, എല്ലാവരും കേൾക്കും, ഭയരഹിതമായി സംസാരിക്കുവാൻ സഖാക്കൾക്ക് അവകാശം ഉണ്ടായിരിക്കും എന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഞാൻ ട്രോളുകയല്ല കേട്ടോ, ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്. അപ്പോൾ അവർ സീരിയസ് ആയിട്ട് അത് റിവ്യൂ മെക്കാനിസം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലാണ് ചില ജില്ലകളിൽ നിന്നൊക്കെ വരുന്ന പല കാര്യങ്ങൾ ലീക്കേജായിട്ട് വാർത്തകൾ വരുന്നത്. അതിൽ അങ്ങനെ ലീക്ക് ചെയ്ത് വരുന്ന കാര്യങ്ങൾ നമ്മളൊക്കെ ഇവിടെ വിശകലനം ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് CPM-ൻ്റെ ഏറ്റവും വലിയ ശക്തി പറഞ്ഞാൽ അതിൻ്റെ പാർട്ടി സംഘടനയാണ്. ഇന്ത്യയിൽ ഒരിടത്തും ഇത്രയും ഗംഭീരമായൊരു പാർട്ടി സംഘടന ആർക്കുമില്ല. വളരെ ഗംഭീരമായിട്ടുള്ള
CPIM എന്ന് പറയുന്ന പാർട്ടി, ഡസൻ കണക്കിന് വർഗ ബഹുജന സംഘടനകൾ, ഏത് നമ്മുടെ സമൂഹത്തിൽ ഏത് സെഗ്മെൻറ്റിലാണ് അവർക്ക് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് മുതൽ താഴെത്തട്ട് വരെയുള്ള അവരുടെ ഏതെങ്കിലും നിലക്കുള്ള ഒരു വർഗ ബഹുജന സംഘടന ഇല്ലാത്ത ഒരു ഏരിയ ഉണ്ടോ? ഇല്ല. എല്ലാറ്റുണ്ട്. താഴെ നമ്മൾ ശുചീകരണ തൊഴിലാളികൾ മുതൽ IT സെക്ടർ, ഹൈ പ്രൊഫൈൽ IT ഇൻഡസ്ട്രിയിൽ വരെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വളരെ വിപുലമായിട്ടുള്ള സംഘടനാ നെറ്റ്വർക്ക് ഉണ്ട്. അതിൽ ഓരോ വിഭാഗത്തിനും പ്രത്യേകമായിട്ടുള്ള ഹൈറാർക്കിക്കലായിട്ടുള്ള സമ്മേളനം സംവിധാനങ്ങളുണ്ട്, പ്രസിദ്ധീകരണങ്ങളുണ്ട്, അവരുടെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ അതൊക്കെ വളരെ ആക്റ്റീവായിട്ട് എല്ലായിടത്തും ഉണ്ട്. എല്ലാറ്റിലും ഒരു ഈ എന്താ പറയുക, നമ്മൾ പറയുക സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്ന സഹകരണ സ്ഥാപനങ്ങളുടെ അസൂയാർഹമായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അതിൽ മഹാഭൂരിപക്ഷവും CPMൻ്റെ കയ്യിലാണ്. അത് ജനങ്ങളുമായിട്ട് വെൽ കണക്റ്റഡ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് 35 സീറ്റോ എത്ര സീറ്റോ 38 സീറ്റ് LDFന് മൊത്തത്തിലുള്ളതെങ്കിലും അത് പാർലമെൻ്ററി ബ്ലോക്കിൽ ഏരിയയിൽ അവർ സെറ്റ് ബാക്ക് ഉണ്ടായിരുന്നെങ്കിലും പാർട്ടി എന്ന് പറയുന്നത് അവിടെ ഉണ്ട്. പക്ഷേ ഇത്തവണത്തെ പരാജയത്തിലെ ഒരു ഘടകം സാധാരണ ഉള്ളതിന് വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടി സംഘടനയും ദുർബലമായി എന്നുള്ളതാണ്. പാർട്ടിയുടെ പൊന്നാപുരം കോട്ടകളിൽ പാർട്ടിക്കാർ തന്നെ തിരിഞ്ഞുകുത്തി. പാർട്ടിക്കാർ തന്നെയാണ് തളിപ്പറമ്പിലും പയ്യന്നൂരിലുമൊക്കെ UDFന് വിജയിപ്പിച്ചിട്ടുള്ളതെന്ന് വസ്തുതയാണ്. അപ്പോൾ പാർട്ടിയുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്ന സംവിധാനം ദുർബലമായിട്ടുണ്ട്. അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമായുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അതിനെ തിരിച്ചു പിടിക്കുക, മുറുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം, അത് ഭരണത്തിലില്ലാത്തൊരു സന്ദർഭത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അത് എളുപ്പം സാധിക്കുക. അപ്പോൾ അതും അവർക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അവർ കുറേ ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ വലിയൊരു ഈ മുഖ്യമന്ത്രിയുടെ വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, പ്രതിപക്ഷ സമരങ്ങളോട് സ്വീകരിച്ച സമീപനം, ധാർഷ്ട്യം, പിന്നെ ഗോവിന്ദൻ്റെ കോമഡി ഷോകൾ, ഇതെല്ലാം ആളുകൾക്കുണ്ടാക്കിയുള്ള വിപ്രതിപത്തി, ഇതൊക്കെ തിരഞ്ഞെടുപ്പ് ഇതിനകത്ത് വലിയ ഇതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ റോഡ് സൈഡ് നിൽക്കുമ്പോൾ ഒരു സാധാരണ സഖാവ്, അയാൾ ഒരു ഹോട്ടൽ തൊഴിലാളിയാണ്. ഞാനെന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ പലർക്കും ഉണ്ടാവും. എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു. അദ്ദേഹം വളരെ ആത്മാർത്ഥതയുള്ളൊരു പാർട്ടി സഖാവാണ്. വളരെ വിഷമത്തിലാണ്. ഇത് നല്ലൊരു സർക്കാരായിരുന്നില്ലേ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തതാണ്, ശരിക്കും എന്താ തോക്കാൻ കാരണം എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. നമ്മൾ നിഷ്കളങ്കമായിട്ട് ചോദിച്ചു. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് സഖാക്കളുണ്ട്. സഖാക്കൾ നമുക്ക് സോഷ്യൽ മീഡിയയിലും കാണാൻ പറ്റും. ഇങ്ങനെ അവരുടെ വെൽഫെയർ സ്കീംസ്, ഈ പെൻഷൻ പോലെയുള്ള സംഗതികൾ, നാഷണൽ ഹൈവേ, പാലങ്ങൾ, എത്രയധികം പാലങ്ങളുണ്ടാക്കി. ഞാൻ പലവട്ടം ഔട്ട് ഓഫ് ഹൗസ് പറഞ്ഞിട്ടുണ്ട്. ഇൻ ഗവേണൻസ് പെർസ്പെക്റ്റീവ് പിണറായി വിജയൻ എന്ന് പറയുന്നത് ഇതൊരു ബാഡ് ഗവൺമെൻറ് ആയിരുന്നില്ല, എന്ന് മാത്രമല്ല അതൊരു ബെറ്റർ ഗവൺമെൻറ്. പക്ഷേ എന്നിട്ടും ജനങ്ങൾ ഇങ്ങനെ ശിക്ഷിച്ചു, ഞങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ശിക്ഷിച്ചു എന്ന് വിഷമത്തോടു കൂടി ആലോചിക്കുന്ന ധാരാളക്കണക്കിന് സഖാക്കളുണ്ട്. അപ്പോൾ അതാണ് ശരിക്കും പാർട്ടി മനസ്സിലാക്കേണ്ടത്. അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. അതും എഗൻ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ പലവട്ടം പറഞ്ഞാണ്, ഗവേണൻസ് ആളുകൾ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, അഭിമാനം കൊണ്ടുകൂടെയാണ് ജീവിക്കുന്നത്. ആളുകൾ സെൽഫ് റെസ്പെക്റ്റുള്ള മനുഷ്യരാണ്, സെൽഫ് റെസ്പെക്റ്റുള്ള കമ്മ്യൂണിറ്റീസാണ് ഇവിടെയുള്ളത്. അപ്പോൾ അവരെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള ആൾ കരിങ്കൊടിയുമായിട്ട് വരുന്ന ആൾ തലയിടിച്ച് പൊട്ടിക്കുമ്പോൾ അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞാൽ അത് മനുഷ്യരുടെ അഭിമാനത്തിനെതിരെ നടന്ന അതിക്രമമാണ്. ഇവനൊരു പണി കൊടുക്കും ഞാൻ എന്ന് അപ്പം തന്നെ 10,000 മനുഷ്യർ തീരുമാനിക്കും. ഈ MV ഗോവിന്ദൻ മൈക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് പരമപുച്ഛം പ്രസരിപ്പിക്കുകയാണ്. സാറ് എല്ലാ ദിവസവും രാവിലെ അങ്ങേയറ്റത്ത് അഹങ്കാരത്തോടും ധാർഷ്ട്യത്തോടും പുച്ഛത്തോടും കൂടി മണ്ടത്തരം വിളിച്ച് പറയും. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും? ഈ മണ്ടത്തരം വിളിച്ച് പറയുന്ന ആൾക്ക് ഈ അഹങ്കാരം, ഈ പരമപുച്ഛത്തോടു കൂടി ജനങ്ങളോട് സംസാരിക്കുന്ന ഇവനൊരു പണി കൊടുക്കണം എന്ന് ജനങ്ങൾ വിചാരിക്കും. അവന് നിനക്ക് ഞാൻ പെൻഷൻ തരുന്നില്ലേ, നിൻ്റെ വീടിൻ്റെ അടുത്ത് പാലം കെട്ടി തന്നില്ലേ, റോഡ് ടാർ ചെയ്ത് തന്നില്ലേ പറഞ്ഞിട്ട് കാര്യമില്ല. സെൽഫ് റെസ്പെക്റ്റ് എന്നൊരു സംഗതിയുണ്ട്. അതിൽ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള നിലക്ക് അഭിമാനം ക്ഷതപ്പെട്ട മുറിവേറ്റ ഒരു ജനതയായിരുന്നു മുസ്ലിം ജനത. അത് CPM ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഒരു മനുഷ്യൻ വന്ന് എല്ലാ ദിവസവും ഒരു കമ്മ്യൂണിറ്റിക്ക് നേരെ തുരുതുരാ വഷളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക, അവരുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുക. അയാൾക്ക് പാർട്ടിയും മുഖ്യമന്ത്രിയും സർവ്വവിധത്തിലുള്ള കവചവും ഒരുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പുറത്ത് ഇരയാക്കപ്പെടുന്ന കമ്മ്യൂണിറ്റിയുടെ അഭിമാനം ഓരോ ദിവസവും മുറിപ്പെടുത്തപ്പെടുക എന്നുള്ളതാണ്.
മുറിവേറ്റ ഒരു ജനത, ഒരു ജനത എന്നുള്ളതിലേക്ക് മുസ്ലിം ജനത അഭിമാനത്തിന് മുറിവേറ്റ, ഇത്രയധികം മുറിവേറ്റ ഒരു സന്ദർഭം ഒരുപക്ഷെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. അതിൻ്റെ പ്രതികാരം അവർ വീട്ടിയിട്ടുണ്ട്. മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ചലനങ്ങളെയും ഈ തീവ്രവാദം, വർഗീയത എന്ന് പറയുന്ന ഒരു ഫ്രെയിമിനകത്തൂടെ മാത്രമേ CPM കണ്ടിട്ടുള്ളൂ. അപ്പം മീഡിയ വൺ ചാനലിനെ കുറിച്ച് സംസ്ഥാന സെക്രട്ടറി എന്താണ് പറഞ്ഞത്? കാളകൂട വിഷം എന്ന് പത്രസമ്മേളനത്തിൽ പറയുകയാണ്. ഈ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ചാനലിനെ കുറിച്ച് CPIM അങ്ങനെ പ്രസ്താവന നടത്തിയിട്ടുണ്ടോ? വയനാട്ട് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള വയനാട്ട് മണ്ഡലത്തിൽ പ്രിയങ്കാ ഗാന്ധി ജയിച്ചപ്പം വിജയരാഘവൻ എന്താണ് പറഞ്ഞത്? അത് വർഗീയവാദത്തിൻ്റെ വിജയമാണ്. മുസ്ലിങ്ങൾ ധാരാളമുള്ള പ്രദേശങ്ങളിൽ മെക്സ് 7 എന്ന് പറയുന്ന ഒരു വ്യായാമ കൂട്ടായ്മ വന്നപ്പോൾ CPMൻ്റെ സംസ്ഥാന നേതാവായുള്ള മോഹനൻ എന്താ പ്രസംഗിച്ചത്? ഞാൻ റിസർച്ച് നടത്തി കണ്ടുപിടിച്ചു അത് തീവ്രവാദമാണ്. മുസ്ലിങ്ങൾക്കിടയിൽ കരിയർ ഗൈഡൻസ് നടത്തുന്ന ഒരു സംവിധാനം കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. അതിനെക്കുറിച്ച് എളമരം കരീം എന്താണ് പറഞ്ഞത്? തീവ്രവാദ റിക്രൂട്ട്മെൻറ്റാണെന്ന്. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെടുത്തി ഒരേ ഒരു വ്യവഹാരം മാത്രമേ CPMനുള്ളൂ. എന്താണ്? തീവ്രവാദം, ഭീകരവാദം, മതമൗലികവാദം. ഇത് നോക്കൂ, ഇതൊരു കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ 30% വരുന്നൊരു കമ്മ്യൂണിറ്റിയാണ്. അവർ സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുന്ന ഒരു മനുഷ്യരുടെ സംഘമാണ്. അവർ ശ്വാസോച്ഛ്വാസം നടത്തുകയും മലമൂത്ര വിസർജനം നടത്തുകയും ചെയ്യുന്ന ഒരു ജനതയാണ്. അവരോട് സാധാരണ മനുഷ്യരോട് പെരുമാറുന്നത് പോലെ പെരുമാറണം. അവരെ ഇങ്ങനെ ഈ കള്ളിയിൽ വെച്ച് എപ്പോഴും തങ്ങളുടെ ഒരു മതേതര ടെസ്റ്റിന് വിധേയമാക്കിക്കൊണ്ടേയിരിക്കണം എന്ന് പറയുന്ന ആ ആഢ്യബോധത്തിൽ നിന്ന് CPM ഇറങ്ങി വരണം. എന്നിട്ട് ഈ കമ്മ്യൂണിറ്റിയുമായിട്ട് സംസാരിക്കണം, ഉള്ളു തുറന്ന് സംസാരിക്കണം. അതിന് സാധിച്ചില്ലെങ്കിൽ ചരിത്രത്തിലില്ലാത്ത ഡിസ്കണക്റ്റ് രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഇന്നെങ്കിലും CPM തിരിച്ചറിയണം. പക്ഷേ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളത് ചില ജില്ലാ കമ്മിറ്റികൾ അങ്ങനെ ചർച്ചകൾ നടന്നതായിട്ട് മാധ്യമങ്ങൾ വാർത്ത വരുന്നു. പക്ഷേ അവരുടെ മാധ്യമ സംവിധാനം, ഞാൻ കഴിഞ്ഞ ദിവസം ദേശാഭിമാനിയിൽ വന്നൊരു വാർത്താ തലക്കെട്ട് പറഞ്ഞിരുന്നു ഈ VD സതീശനുമായി ബന്ധപ്പെട്ടത്. പക്ഷെ അതിനുശേഷം മെയ് 15-ന് എഗൻ ദേശാഭിമാനിയിൽ വന്ന VD സതീശനെ നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുമായി നിശ്ചയിച്ച വാർത്തയ്ക്ക് ദേശാഭിമാനി കൊടുത്തിരിക്കുന്നത് തലക്കെട്ട് ലീഗിൻ്റെ ഹൈക്കമാൻഡിൻ്റെ അവസാന ശ്രമവും തള്ളി ലീഗിൻ്റെ കമാൻഡ് എന്നാണ്. അതെങ്ങനെയാണ് ആവുന്നത്? ലീഗ് എന്താണ് അതിൽ സവിശേഷമായി ചെയ്തിട്ടുള്ളത്? ലീഗ് ഓക്കെ ജനവികാരം മാനിക്കണമെന്ന് സാദിഖലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. PJ ജോസഫ് അതേക്കാൾ കടുപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. MLA ആയ ഒരാളായിരിക്കണം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താണ്? ഹൈക്കമാൻഡിനെ തള്ളി ലീഗിൻ്റെ കമാൻഡ് എന്നാണ് വാർത്തയുടെ തലക്കെട്ട്. എന്നിട്ട് ഇവർ എഴുതിയിരിക്കുന്നത് ഈ സമ്മർദ്ദത്തിന് ഹൈക്കമാൻഡ് വഴങ്ങിയത് ലീഗിൻ്റെ വിലപേശൽ ശേഷി കൂട്ടുമെന്നും അത് കേരളത്തിൽ സാമുദായിക ധ്രുവീകരണത്തിന് വഴിവെക്കുമെന്നും കോൺഗ്രസ് ക്യാമ്പിൽ അഭിപ്രായമുയർന്നു. ഇത് ഡോഗ് വിസിലിംഗ് ആണ്. കാരണം ഇവിടെ ലീഗിൻ്റെ സമ്മർദ്ദമാണ്. അതുകൊണ്ട് സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കിക്കോ കേട്ടോ എന്നൊരു സന്ദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പാർട്ടി പത്രം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ നിലയിലാണ് വാർത്തകൾ കൊണ്ടുവരുന്നത്. ലീഗ് ഉൾപ്പെടെ ഘടകകക്ഷികളെ സതീശൻ ഇരയിട്ട് മീൻപിടിക്കുകയായിരുന്നു. ഇങ്ങനെ അങ്ങേയറ്റത്തെ ദുസ്സൂചനകളുള്ള വാചകങ്ങൾ എമ്പാടും നമുക്ക് കാണാൻ പറ്റും. ഇതാണ് പാർട്ടി പത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൈബർ സ്പേസിൽ സഖാക്കളിൽ ചിലരിപ്പോഴും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം SFIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്, പ്രസിഡൻ്റാണ് ശിവപ്രസാദിൻ്റെ പ്രസ്താവന വന്നു. സജി ചെറിയാൻ, അത്ഭുതകരമായ കാര്യമാണ്, സജി ചെറിയാൻ്റെ പ്രസ്താവന വന്നു. കഴിഞ്ഞ ദിവസം സനോജിൻ്റെ പ്രസ്താവന വന്നു. ഈ ഏർപ്പാട് ശരിയല്ല, മുസ്ലിം ലീഗിനെ വെച്ചിട്ട് വർഗീയത ഉണ്ടാക്കുന്നത് ശരി. ആ ഒരു തിരിച്ചറിവ് CPMൻ്റെ നേതൃത്വത്തിലുണ്ടെങ്കിൽ ദാറ്റ്സ് ഫൈൻ ആൻഡ് ബെറ്റർ. പക്ഷേ അതുമാത്രമല്ല, ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി. അവർ ഒരു നോർമൽ കമ്മ്യൂണിറ്റിയാണ് എന്ന് CPM മനസ്സിലാക്കണം. ആ നിലയ്ക്ക് സീരിയസ് ആൻഡ് റെസ്പെക്റ്റ്ഫുൾ എൻഗേജ്മെൻറ്റ്, ഓണറബിൾ എൻഗേജ്മെൻറ്റ് ആ കമ്മ്യൂണിറ്റിയായിട്ട് നടത്താൻ CPM സന്നദ്ധമായിട്ടില്ലെങ്കിൽ അവരിതേ അവസ്ഥയിൽ തന്നെ പോകും. അവർക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷേ വളരെ സ്വയം രാഷ്ട്രീയവൽക്കരിക്കണം. എന്തായിരുന്നു എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റികളുടെ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ എന്താ യഥാർത്ഥം സംഭവിച്ചതെന്നാണ്? രാഷ്ട്രീയവൽക്കരിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അങ്ങേയറ്റം കമ്മ്യൂണൽ ഫ്രെയിംവർക്കിൽ കാര്യങ്ങൾ കാണുന്ന തരത്തിൽ സഖാക്കളെ അവർ മാറ്റി. അതുകൊണ്ട് ഒരുപാട് ആളുകൾ അപ്പുറത്ത് പോയി. ഇതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ അവിടെ ഉണ്ടല്ലോ. എന്തുകൊണ്ട് BJPക്ക് വോട്ട് കൂടി എന്നുള്ളത് കൂടെ ആലോചിക്കണം. അപ്പോൾ ഈ സ്വന്തം സഖാക്കളെയും അനുഭാവി വൃന്ദത്തെയും രാഷ്ട്രീയവൽക്കരിക്കുക എന്ന് പറയുന്ന വളരെ വളരെ വലിയൊരു കടമ അവരുടെ മുമ്പിലുണ്ട്. ആ കടമ നിർവഹിക്കുകയാണെങ്കിൽ CPMന് പൂർവാധികം ശക്തിയിൽ കേരളത്തിൽ തിരിച്ചു വരാൻ സാധിക്കുക തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്.